അതെ, ഒടുവിൽ തിയേറ്ററുകളിലേക്ക് ഏറെ സന്തോഷമുള്ള ഒരു സമയമാണ് കടന്നു പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഫൈനൽ പ്രിവ്യൂ കണ്ട് ഇന്ന് കണ്ടൻറ്റ് പുറത്തെടുത്ത് ലോഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് കിടക്കുവാണ്. എന്നാണ് ഡേറ്റ്? അത് ശരിക്കും ഡേറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ പറയുന്ന ഇനിയിപ്പം മലയാളത്തിൽ മാത്രമേ സെൻസറിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അന്യഭാഷകൾ ഇതിപ്പം നേരത്തെ മലയാളത്തിൽ മാത്രമായിട്ട് ഇപ്പം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും അറിഞ്ഞതുകൊണ്ട് തമിഴും തെലുങ്കും കൂടെ ഹിന്ദിയും കൂടെ സെൻസർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവൈലബിൾ ഡേറ്റ് എനിക്ക് തോന്നുന്നു 17 18 അല്ലെങ്കിൽ 25 ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം. എക്സാക്ട്ലി ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, കാരണം ഇന്നങ്ങോട്ട് കിട്ടിയതല്ലേ ഉള്ളൂ. ഒരു വളരെ ആശങ്കയുള്ള ദിവസങ്ങളായിരുന്നല്ലോ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോയത്. കുറേ ആശങ്കകളിലൂടെ ആയിരുന്നല്ലോ. എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൈ കിട്ടിയപ്പോൾ എന്താ തോന്നുന്നത്? സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കടമ്പയായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യുന്ന ആരും ഇങ്ങനൊരു സന്ദർഭത്തിനെപ്പറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ്. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. അതൊരു നിയമ പോരാട്ടത്തിൻ്റെ വക്ക് വരെ എത്തേണ്ടി വന്നു. അതിൽ സങ്കടമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നത് പോലെ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ആണെങ്കിലും സിനിമ എന്ന് പറയുന്നത് സമയത്തിറങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും സിനിമയെ മൊത്തത്തിൽ കാണുമ്പോൾ അത് എത്രത്തോളം ബാധിക്കുമെന്ന് ഇപ്പോൾ ഈ ഞങ്ങൾ കയറി കണ്ടെങ്കിലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വിലയിരുത്താൻ പറ്റുള്ളൂ. എന്നാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അന്ന് കണ്ട പ്രവീൺ നാരായണൻ്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് തെളിഞ്ഞ മുഖമാണ്. അത് സത്യസന്ധമായ കാര്യമാണ്. അന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തു പറയണം, എങ്ങനെ പറയണം, എന്തു പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. കാരണം ഇത് മറ്റൊരാളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ കോടതിയുടെ കയ്യിലാണ് ഉൾപ്പെടെ. അപ്പം അതിൻ്റേതായ ഒരു ആശങ്കകളുണ്ടായിരുന്നു. ഏതൊരു സമയത്ത് ഞാൻ എല്ലാവരോടും പങ്കുവെക്കുന്ന ഒരു ആശങ്ക തന്നെയായിരുന്നു. കാരണം അതൊരു സർട്ടിഫിക്കേഷനാണ്. അത് കയ്യിൽ കിട്ടുന്നിടം വരെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അതുപോലെ തന്നെ ഒരു വലിയ വാല്യൂ ഉള്ളൊരു കാര്യമാണത്. അത് കിട്ടാതായിരുന്ന ഒരു നിമിഷം പകച്ചു പോയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു, ഭയങ്കര ആശങ്കയിലായിരുന്നു. അത് കിട്ടിയ ഒരു സമയത്താണ് ഒരു സന്തോഷം തോന്നി. അല്ലെങ്കിൽ ഒരു സമാധാനമായി, ഇനിയും ഓക്കെ ഇറക്കാവല്ലോ എന്നുള്ളൊരു സമാധാനം. ഇനി വരുന്ന ജാനകിമാർക്ക് ഒരു പാത തെളിയിച്ചെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇതിന് മുമ്പൊരു ജാനകി ജയന്തിയെ മാറിപ്പോകേണ്ടി വന്നു. അപ്പോൾ ഈ ജാനകി തന്നെയായി നിൽക്കുകയാണ്. ഇനി വരാൻ പോകുന്ന കുറേ ജാനകിമാർക്കൊക്കെ മാതൃകയാവുകയല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട്. നമ്മളെപ്പോഴും ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് ആ ഒരു വഴിക്ക് ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാമായിരുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ആ വഴിക്ക് ശ്രമം നടത്താതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നിയമ വഴിക്ക് പോവുക എന്നുള്ള ഉപദേശമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ വഴിക്ക് തന്നെയാണ് പോയത്. അതുകൊണ്ടായിരിക്കാം. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയാണ്. അത് ആദ്യം മുതലേ തന്നെ ഒരു പ്രൊമോഷൻ തന്ത്രമാണോ എന്നൊക്കെ കുറേ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രിക്ക് ശ്രമിച്ചാൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇതെന്ന് പലരും തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇത് ഹൈക്കോടതി വരെ എത്തിയപ്പോൾ വലിയൊരു നിയമയുദ്ധമാണെന്ന് തന്നെ ബോധ്യപ്പെടുകയാണ് ചെയ്തത്. അതൊക്കെ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു വഴികളായിരുന്നില്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് മാത്രമല്ല, നമ്മുടെ അകത്ത് പോലും ഇത് ഒരു അവസാന സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴാണ്, അതായത് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ജാനകിയുടെ പേരുമായിട്ടുള്ള വിവാദം എനിക്ക് തോന്നുന്നു ഒരു പകുതിയോടൊക്കെ എത്തുമ്പോഴാണ് പലരും അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള പലരും ഇത് തിരിച്ചറിയുകയും ഇത് ശരിയാണ് സംഭവം എന്ന് അവർ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നതാണ്. പലർക്കും ഇത് എല്ലാവരും നോക്കിക്കണ്ടത് എന്താ ഇത് കേന്ദ്രമന്ത്രി ഉള്ളതല്ലേ, ഇത് വിളിച്ചു പറഞ്ഞാൽ പോരെ. അതെനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു ബേസിക് സ്വഭാവമാണ്. കാരണം നമ്മൾ വില്ലേജ് ഓഫീസിൽ പേപ്പർ കൊടുത്തിട്ട് അടുത്ത പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് ശീലം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിനെ എടുക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അങ്ങനെയല്ല കേന്ദ്രത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ അത് എടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റും അല്ല. അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തുമില്ല. ഉള്ളതായിരുന്നു തുറന്നു പറയാമല്ലോ, എനിക്കറിയില്ല എത്രത്തോളം സാധ്യത ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിയമം ഒഴുക്കി തന്നെ പോയത്. അത് സുരേഷ് ചേട്ടനോട് പറഞ്ഞപ്പോൾ സുരേഷ് ചേട്ടൻ തന്നെയാണ് ഇതുപോലെ നിയമം ഒഴുക്കി പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. പിന്നെ രണ്ടും നമ്മുടെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ സുരേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് എത്തണ്ട. കാരണം സുരേഷ് ചേട്ടൻ ഇന്ന് ഒരു യൂണിയൻ മിനിസ്റ്ററാണ്, ഒരു കേന്ദ്രമന്ത്രിയാണ്, ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞാലും അത് വീഴുന്നതിൻ്റെ ഡൈമെൻഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് സിനിമയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയാൻ മേലാത്ത നമ്മുടെ ഒരു ആശങ്ക അദ്ദേഹത്തോട് പങ്കുവച്ചത് കൊണ്ടാണ് എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹം അതിനെപ്പറ്റി ഒരു പ്രതികരണം നടത്താതിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഈ 7 ഭാഗത്ത് മ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് സിനിമയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? അത് ശരിക്കും ഞങ്ങളല്ല ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക, പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം നമ്മളൊരു സിനിമ ചെയ്യുമ്പം ആ സിനിമയ്ക്കകത്ത് നമുക്കറിയാം ഈ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ സിനിമ ഇത്രത്തോളം നന്നായി, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതൊരു ത്രില്ലർ മൊമെൻ്റാണ്, ഒരു കോർട്ട് റൂമാണ്, ഇതിൻ്റെ ഇന്ന പോയിൻറ്റുകൾ ഹൈ പോയിൻറ്റുകൾ കിട്ടും, ഈ ഒരു സാധനം തിയേറ്ററിൽ വർക്കാവും, പ്രേക്ഷകന് വർക്കാവും
എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എഡിറ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നു. ക്യാമറമാൻ പലപ്പോഴും നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയങ്ങളിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇത് നാളെ റിലീസാകുമ്പം പ്രേക്ഷകൻ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ മ്യൂട്ടാകുന്ന ഭാഗങ്ങൾ അവർ എങ്ങനെ കാണുമെന്നോ, അല്ലെങ്കിൽ ഇന്നാളെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ നാളെ ജാനകിയിൽ നിന്ന് തിയേറ്ററിൽ ആ സമയങ്ങളിൽ വിളി ഉണ്ടാകും. നമുക്ക് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞുകൂടാ, ഞങ്ങളും വെയിറ്റ് ചെയ്യുവാണ്. ശരിക്കും നമുക്കും അറിഞ്ഞുകൂടാ എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ. എനിക്കറിയില്ല, ഒരു എന്തെങ്കിലും എഡിറ്ററാണ്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടുള്ള ആളാണ്. അല്ല, എന്താ പറയുക, ഒരു പ്രധാന ഏരിയയിലാണത് മ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ മ്യൂട്ട് വരുന്നത് ജാനകിയാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും ആ അണ്ടർസ്റ്റുഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നം വരില്ല എന്നാണ് കരുതുന്നത്.